ഹലോ നമസ്കാരം, താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ചക്കക്കുരു വെച്ചിട്ടുള്ളൊരു കിടിലൻ ഐറ്റമാണ് ഉണ്ടാക്കി നോക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ചക്കക്കുരുവൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്നും രണ്ട് കറികളും തോരനൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് വെറുതെ വേസ്റ്റാക്കി കളയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിന് പകരം നമുക്ക് ചക്കക്കുരു നല്ല അടിപൊളി കിടിലൻ ഒരു ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇത് ഞാൻ ചക്കക്കുരു കഴുകി അത് തൊലിയപ്പടി തന്നെ കുക്കറിലിട്ട് 2-3 വിസിൽ കേൾപ്പിച്ചിട്ട് അതിൻ്റെ തൊലി റഫായിട്ടുള്ള മുകളിലത്തെ തൊലി മാത്രം കളഞ്ഞിട്ട് എടുത്തേക്കണതാണിത്. പിന്നെ നമുക്കത് അതിൻ്റെ ഒരു വഴുവഴുപ്പ് മാറാൻ വേണ്ടി 1-2 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലുള്ള ബ്രൗൺ കളറിലെ തൊലിയൊന്നും കളയണ്ട. പണ്ട് നമ്മൾ ഈ ബ്രൗൺ കളറിലെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് കറി വെച്ചേർന്നത്. അപ്പോൾ അതിനിപ്പോൾ നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള കാരണം അതൊട്ടും കളയാൻ പാടില്ല. അപ്പോൾ അത് കളയാതെ തന്നെ നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചക്കക്കുരുവൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ചക്കയുടെ സീസണിൽ ചക്കക്കുരുവും ചക്കൊന്നും വെറുതെ കളയരുത്. ഇതൊക്കെ വളരെയധികം ആരോഗ്യത്തിന് ഏറ്റവും നല്ല ഒരു സാധനമാണെന്നൊക്കെ നമ്മൾ പല പഠനങ്ങളിലൂടെ വായിച്ചതാണ്. അപ്പോൾ ഇതിൽ ഞാൻ മിൽമാന്തൈ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പാനിൽ ചൂടാകുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ 5-6 കശുവണ്ടി മാത്രം ഉണ്ടായത്. അപ്പോൾ അത് 2 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് ഞാൻ ആ കശുവണ്ടി ഒന്ന് മൂത്ത് വന്നപ്പോൾ ഈ ചക്കക്കുരുവിൻ്റെ കൂട്ട് ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഞാനിത് ചക്കക്കുരു വെറുതെ കളയാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. അപ്പോൾ ഇത് പായസമാക്കിയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. പാലും ശർക്കരയൊക്കെ ചേർത്തിട്ട് നല്ല ഇത്തിരി ലൂസാക്കി എടുത്ത് അതിൽ തേങ്ങയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിടണമെങ്കിൽ പായസമാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ പക്ഷേ അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഈ കൂട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴേ നമുക്ക് അതിലൊക്കെ ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ ഇതിൽ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ എന്നിട്ടിത് പഞ്ചസാരയും കൂടി ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ചക്കക്കുരുവിൻ്റെ വേവൊക്കെ കഴിഞ്ഞേക്കണ കാരണം പിന്നെ നമ്മൾ കൂടുതൽ സമയമിട്ട് ഇത് വഴറ്റിയൊന്നും കൊടുക്കണ്ട. നമ്മുടെ പാകത്തിനുള്ളൊരു വഴന്ന് ഒന്ന് ശരിയാകുമ്പോഴത്തേനും പിന്നെ നമുക്കതിലേക്ക് ഏലക്കായയും പഞ്ചസാരയും കൂടി മിക്സിയിലടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒട്ടും ചേർക്കാതെയാണ് ഈ ചക്കക്കുരു അടിച്ചെടുത്തേക്കണത്. പിന്നെ പഞ്ചസാരയുടെ നെയ്യുടെയൊക്കെ ഒരു ചെറിയൊരു ജലാംശം മാത്രമേ ഇതിലുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ചക്കക്കുരു ചീത്താകാതെയൊക്കെ എടുത്ത് വയ്ക്കാൻ പറ്റിയ ഒരു ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ചൂടാറിയതിന് ശേഷം ഒരു ടിന്നിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പേക്ക് എടുത്ത് 2 സ്പൂൺ എടുത്ത് കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണിത്. പക്ഷേ ഇതിൽ എപ്പോഴും നമുക്കൊരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൽ നെയ്യ് ചേർക്കണം. നെയ്യ് ചേർത്താലാണ് ആ പ്രത്യേക ഒരു ടേസ്റ്റ് വരുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നതിന് നിങ്ങൾ ചക്കക്കുരുവൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ പാഴാക്കി കളയാതെ ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളിങ്ങനെ കുറേശ്ശെടുത്ത് കഴിച്ചാൽ മതിയാകും. ഇതിൽ വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒട്ടും പ്രയാസമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ചക്കക്കുരുവിൻ്റെയൊക്കെ വേറെ വല്ല വെറൈറ്റി ഇൻഗ്രീഡിയൻ്റൊക്കെ വെറൈറ്റി റെസിപ്പീസൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് ചൂടാറിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ആവശ്യമുള്ളപ്പോൾ 2 സ്പൂണൊക്കെ ഐസ്ക്രീം കഴിക്കണ പോലെ തന്നെ നമുക്കിതും കഴിക്കാം. നെയ്യ് ചേർക്കുമ്പോഴാണ് ഇതിന് പ്രത്യേക ടേസ്റ്റ് വരുന്നത്. നെയ്യും പഞ്ചസാരയും മാത്രം ഇതിന് മതിയാകും. പിന്നെ ഏലക്ക ഉണ്ടെങ്കിൽ അതും കൂടി പൊടിച്ച് ചേർക്കാവുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ അടിപൊളി ഐറ്റം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരുപാട്